ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടിയിൽ നിന്നും വളരെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വീട്ടിൽ നിന്ന് നമുക്ക് പുക്കാട്ടുപടിയിലേക്ക് പോകണമെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ് പുക്കാട്ടുപടി ജംഗ്ഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെയുള്ളൊരു വീടാണെന്ന് പരിചയപ്പെടുന്നത്. 4 സെന്റ് ലാൻഡിൽ വളരെ ഭംഗിയായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഇവിടെ നിന്നും അടുത്തുള്ള ബസ് റൂട്ടിലേക്ക് പോകണമെങ്കിൽ 700 മീറ്റർ മാത്രമാണ് ഇവിടെ നിന്ന് ആ വീട്ടിലേക്ക് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മെയിൻ റോഡ് കഴിഞ്ഞാൽ പിന്നെ ടാറിട്ട റോഡ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വില്ലകളിലേക്ക് വരുന്ന റോഡ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് 700 മീറ്റർ സഞ്ചരിച്ചാൽ ബസ് റൂട്ടിലേക്ക് എത്താവുന്നതാണ്. അത്യാവശ്യം ഒരുപാട് വില്ലകളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഒരുപാട് വീടുകൾ ആളുകൾ താമസമായതാണ്, കൺസ്ട്രക്ഷനുകൾ നടക്കുന്നുണ്ട്. ഈ ഒരു വീട് മാത്രമാണ് നമുക്കിനി ഇവിടെ സെയിലിനായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് നമ്മൾ ഈ ഒരു റോഡിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, മതിലൊക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് മതിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിലായിട്ട് ഭംഗിയുള്ള 2 ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ ഗേറ്റ് വന്നിട്ടാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ ഒരു സൈഡ് വന്നിട്ടാണെങ്കിൽ ഓപ്പൺ ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാണാം, അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആളുകൾക്ക് നല്ല രീതിയിൽ കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗം അവർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ഥലം ചെന്ന് എൻഡ് ചെയ്യുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്കാണ്. നമുക്ക് കാർ പോർച്ചും അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ കാണാം, ഇവിടെ നമുക്ക് ഏകദേശം 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ കാണുന്ന ഒരു മെയിൻ കാർ പോർച്ചില് നമുക്കൊരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും മറ്റൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ടോട്ടൽ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. EV വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ്സ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു കാർ പോർച്ചും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സൈഡിലൂടെ നമ്മൾ വീടിന്റെ ബാക്കിലേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അവിടെയും നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ആ ഒരു വഴി ചെന്ന് അവിടെ എൻഡ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പൊ 2 സൈഡിലും നന്നായിട്ട് സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു വീട് അവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിരുന്നു. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനുകളോടൊക്കെ കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കാർ പോർച്ചിന്റെ പില്ലറൊക്കെ കണ്ടാലും അറിയാം, നല്ല ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ കണ്ട സമയത്ത് നിങ്ങൾ കണ്ടു കാണും, നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കളറിലുള്ള ഐവറി ഷെയ്ഡുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലും താഴെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. അവിടെയെല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള ടെക്സ്ചർ വർക്കും ഭംഗിയുള്ള പെയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ എലിവേഷൻ അവരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടേക്ക് ആയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഷോ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് നോക്കാം. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 3 ചെയറുകൾ വരെയൊക്കെ ഇട്ടിരിക്കാൻ പറ്റിയ സ്പേസ് ആണ് സിറ്റ് ഔട്ടിൽ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ മുകളിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്ത് നല്ല ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. 2 പീസ് ആയിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ 2ആയി ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം, ഇവിടുത്തെ ഫ്ലോർ ആണ് നല്ല നീളത്തിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് 2 ഭാഗത്തായിട്ട് വിൻഡോസ് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു TV യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത്യാവശ്യം നല്ല വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് ആ ഒരു രീതിക്കാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് ഡ്രോസും ഷെൽഫുകളും ഒക്കെ കൊടുത്തിട്ടാണ് TV യൂണിറ്റ് അവരെ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം,
അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് LED സ്ട്രിപ്പുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. വാരി വലിച്ച് ഒരുപാട് ലൈറ്റുകൾ കൊടുക്കാതെ വളരെ മിനിമൽ ആയിട്ടുള്ള ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ റൂമുകളിലും ഫാൻ ഫിറ്റിംഗ്സോട് കൂടി തന്നെയാണ് അവർ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തായിട്ടുള്ള എൻട്രൻസ്. ഓൾറെഡി നമുക്ക് ഈ ഭാഗത്തൊരു എൻട്രൻസ് ഒരു വർക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ തന്നെയുള്ള വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഈ വീടിന് നമ്മൾ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. വളരെ വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന്റെ ആക്ച്വൽ ലെങ്ത് അറിയണമെങ്കിൽ ഇപ്പം ക്യാമറ നിൽക്കുന്ന ആ ഒരു എൻഡിലേക്ക് നമുക്ക് പോകാം. അവിടെ നിന്നിട്ട് ഞാൻ നിൽക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസും തമ്മിലുള്ള ലെങ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 20 പേരെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വലിയ ഡൈനിങ് ടേബിളോ അല്ലെങ്കിൽ നമുക്ക് 2 ഡൈനിങ് ടേബിൾ ആയിട്ട് ഇടുകയാണെങ്കിൽ പോലും ഒരു 10-18 പേര് എന്തായാലും നമുക്ക് ഷുവർ ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത്ര വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഡൈനിങ് സ്പേസിൽ 2 ഫാനുകളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്തുമാത്രം വലിയൊരു ഏരിയ ആണ് ഈ ഒരു സ്പേസിലുള്ളതെന്ന്. അപ്പം ഈ ഡൈനിങ് ഏരിയയുടെ 2 അറ്റത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വിൻഡോസ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു എൻഡിലും നമുക്ക് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. ഡൈനിങ്ങിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ താഴെയുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിലും അവർ ഇതുപോലെ കബോർഡുകളൊക്കെ ആയിട്ട് തിരിച്ച് നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ വരുന്നത്. സെപ്പറേറ്റ് ഒരു കേജ് പോലെ സെപ്പറേറ്റ് ഒരു ഏരിയ ആണ് നമുക്ക് വാഷ് ബേസിൻ വയ്ക്കാനായിട്ട് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ഒരു വുഡൻ ബാക്ക്ഗ്രൗണ്ടും കിട്ടുന്നുണ്ട്. അതുകൂടാതെ വൈറ്റ് കളറിലെ ടൈലുകളൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു ഏരിയ അവർ ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെയുള്ള ഭാഗമാണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം കുറച്ചൊരു പോർഷൻ അവർ ഓപ്പൺ ആക്കിയിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വീടിന്റെ ഏറ്റവും ടോപ്പ് കാണാൻ പറ്റുന്നതാണ്. അതുകൂടാതെ ബാക്കി വരുന്ന ഒരു പോർഷൻ ആണെങ്കിലും ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. റൂഫിൽ അത്യാവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു ഭാഗമൊക്കെ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഇവിടെയും ഫാൻ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. മുകളിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെയുള്ള വർക്കുകളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമ്മുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ കിച്ചൺ മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് എൻട്രൻസ് ഭംഗിയാക്കിയിരിക്കുന്നത്. നിറയെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ക്രോക്കറി ഷെൽഫ് കൂടി കിട്ടുന്നുണ്ട്. ഇതുപോലെ ഗ്ലാസ് ഒക്കെ ഉള്ള ഡോറോട് കൂടിയിട്ടാണ് ചെറിയൊരു ക്രോക്കറി ഷെൽഫ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം കിച്ചണിന്റെ എൻട്രൻസ് നമ്മൾ കണ്ടു. നേരെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് ഒരു ഫാമിലിയിലുള്ള ഒരു 4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിച്ചണിൽ നമുക്ക് കിട്ടുന്നത്. കിച്ചന്റെ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ടാണെങ്കിൽ ഒരു ഗ്രേ കളറാണ് മുകളിലും താഴെയുള്ള ക്യാബിനറ്റ്സിനൊക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വന്നിട്ട് ഒരു വൈറ്റ് കളറുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഓപ്പണിങ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. ഈ ഒരു കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു കിച്ചന്റെ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അവിടേക്ക് വരുമ്പോൾ ഫ്ലോർ ഒരു വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചന്റെ പോലെ തന്നെ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ഇവിടെ കിട്ടുന്നത്. ബിക്കോസ് നമുക്ക് നോക്കിയാൽ കാണാം ഇതിനകത്ത് നല്ലൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അവർ കബോർഡുകളായിട്ട് കൺവെർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള കിണർ നമുക്ക് കാണാം. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വിന്റേജ് ലുക്ക് തോന്നുന്ന ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടാണ് കിണർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളമുണ്ട്, വെൽ വാട്ടർ ഉണ്ട്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് KWയുടെ വാട്ടർ കണക്ഷൻ കൂടിയാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ വർക്ക് ഏരിയ കണ്ടു, കിച്ചൺ കണ്ടു. വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ താഴത്തെ ഈ ഒരു ഫ്ലോറിൽ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ആ ഒരു ബെഡ്റൂം ആണ് ഈ കാണുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വോളുകളിലൊക്കെ ആയിട്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആ ഒരു വുഡൻ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വാർഡ്രോബാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ മിറർ കൂടി അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടുത്തെ എല്ലാ റൂമുകളിലും തന്നെ നമുക്ക് ഫാൻ ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാത്റൂമിനകത്തേക്ക് നോക്കുമ്പോൾ കാണാം ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ടൈലിനൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീടിന്റെ താഴെയുള്ള ഏകദേശം എല്ലാ ഭാഗങ്ങളും തന്നെ കവർ ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലേക്കാണ്. മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ നമ്മൾ കയറി പോകുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിന്റെ ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മുകൾ ഭാഗത്ത് എത്തുന്നത് വരെ നിങ്ങൾക്ക് കാണാം സേഫ് ആയിട്ട് ഇതുപോലുള്ള ബാറുകൾ ഇട്ടിട്ടാണ് അവർ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി മുകളിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നോക്കാം. നമ്മൾ ഈ വീട്ടിലെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഇപ്പൊ എത്തിയേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ കടന്നു വന്ന വഴികളിലൊക്കെ നോക്കുവാണെങ്കിൽ കാണാം ഒരുപാട് ഓപ്പണിങ്സ് കാണുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ അവർ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ പെർഗോള പോലെ തന്നെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ നമുക്ക് സൺലൈറ്റ് ഒക്കെ വീടിനകത്തേക്ക് കയറാനായിട്ട് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഈ ഭാഗത്തായിട്ടും 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്ന സമയത്ത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ കാണാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിന്റെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനുള്ള അപ്പർ ലിവിംഗ് ഏരിയ ആയിട്ട് അവർ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് TV യൂണിറ്റ് ഒക്കെ വെക്കാനായിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കുറച്ച് വുഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു ഭാഗം അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന ഭാഗം തുടങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് മാത്രമുള്ള വർക്കുകൾ, നമുക്ക് വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള മിനിമൽ ആയിട്ടുള്ള വർക്കുകൾ മാത്രം ചെയ്തിട്ടാണ് അവർ ചെറിയ രീതിയിലുള്ള LED ലൈറ്റ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ ഒരു ബെഡ്റൂം കണ്ടിരുന്നു. മുകളിൽ ബാക്കിയുള്ള 2 ബെഡ്റൂമുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അവിടുന്ന് സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന റൂം തന്നെ നമുക്ക് നോക്കാം. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ല വിഡ്ത്തും ലെങ്ത്തും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ ഒരു വോളിലും സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് നമ്മൾ നേരത്തെ കണ്ട റൂമിലെ പോലെ തന്നെ സെയിം തന്നെ ആ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അതിന്റെ ഡോറുകളൊക്കെ സെയിം തന്നെയാണ്. ബാത്റൂമിനകത്തേക്ക് നോക്കുവാണെങ്കിൽ ടൈലും സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ടൈലാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞു. വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഹാളിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ അങ്ങ് കണ്ടുപോകാം. ഇവിടെ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. ഇതൊരു ആക്ച്വലി ഒരു റൂമായിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്ത് നല്ല ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഡോറും അവർ ഒരു യൂട്ടിലിറ്റി സ്പേസിന് കൊടുക്കേണ്ട ഡോർ അല്ല കൊടുത്തിരിക്കുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു ആൾ വന്നാൽ അവർക്ക് കിടക്കാനുള്ള ഒരു ഫെസിലിറ്റി വേണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ കൂടി നമുക്ക് ആ രീതിക്ക് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഇവിടെ ഫാനിനുള്ള ഓപ്ഷൻ ഉണ്ട്. റൂഫ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ലൈറ്റ് ഇത് ഫുള്ളായിട്ട് ഓൺ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു റൂം കണ്ടാൽ അറിയാം ഇതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഒരു റൂമിന്റെ എല്ലാ ഫെസിലിറ്റികളും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് അല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്നാലും നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ഇതിന്റെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് വന്നിട്ടും അവർ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം പല വീടുകളും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആ ഒരു അയണിന്റെ ഒരു സ്റ്റെപ്പ് അവർ വയ്ക്കാറുണ്ട്. ഇതല്ലാതെ നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെയുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. ഓപ്പൺ ടെറസ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയ കണ്ടിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇനി ഓപ്പൺ ചെയ്യുന്ന 2 ഡോറുകളാണുള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 3rd ബെഡ്റൂമാണ്. നേരത്തെയൊക്കെ നമ്മൾ കണ്ട 2 ബെഡ്റൂമുകളെ പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് സ്പേസ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടും 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്.
ആ ഒരു കോർണറിലായിട്ട് എല്ലാ റൂമിലെയും പോലെ തന്നെ സെയിം യൂണിഫോം ആയിട്ട് തന്നെയാണ് ഇവിടെയും വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിനകത്തും സെയിം ആ ഒരു ടൈലുകളൊക്കെ തന്നെയാണ്, ഒരു വൈറ്റ് ആൻഡ് യെല്ലോ കളറുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഏകദേശം എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് കാണാനുള്ളത്. നമ്മൾ വീണ്ടും ഈ വീടിന്റെ ഈ ഒരു ഹാളിലേക്ക് വന്നു. ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണി കാണാം. ഇവിടെയൊക്കെ തൊട്ടടുത്ത വീടുകളിലൊക്കെ നിറയെ വേറെ വീടുകളുടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, വില്ലകളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ബാൽക്കണി ഒന്ന് ജസ്റ്റ് കണ്ടോളൂ. ബാൽക്കണിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം വലിയൊരു ബാൽക്കണി ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബാൽക്കണി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതിന്റെ മുകൾ ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബാറുകളിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ആ വോയിസിന്റെ ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ നിന്നിട്ട് അധികം വോയിസ് തരാതിരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വലിയൊരു ബാൽക്കണിയാണ് അവിടെ കണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഔട്ടർ ഫ്രെയിം ഇട്ട് കവർ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് സേഫ് ആയിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഈ ഒരു വീട് ഇത് സ്ഥിതി ചെയ്യുന്നത് 4 സെന്റ് സ്ഥലത്താണ്. 4 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് ആക്സസബിൾ ആണ്. ബിക്കോസ് ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്കും കാക്കനാട് കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ വെറും 12 കിലോമീറ്റേഴ്സ് മാത്രമാണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 18 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ ഒരു വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇടപ്പള്ളി ലുലു മാളിലേക്കൊക്കെ ആണെങ്കിൽ വെറും 16 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നല്ല ഒരുപാട് സ്കൂളുകളാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിലും ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 4 സെന്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ടോട്ടൽ ലാൻഡ് എന്ന് പറയുന്നത് 4 സെന്റ് ഓഫ് ലാൻഡ് ആണ്. 1950 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ കാണുന്ന വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ് 66 ലാക്ക് ആണ്. 66 ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന വില. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ചെറുതായിട്ട് നമുക്ക് ഓണറോട് സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും വലിയ ഒരു വീട്, ഇത്രയും സൗകര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. 2 കാറുകൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ല രീതിയിലുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ട്. നമുക്കൊരു വലിയ ഡൈനിങ് ആൻഡ് ലിവിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടിന് 66 ലാക്ക് എന്ന് പറയുന്നത് അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല. ഈ വീട് ഇഷ്ടപ്പെട്ടവർ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഈ വീടുകൾ ലോൺ സൗകര്യത്തോടു കൂടി തന്നെ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അടുത്ത ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.